കൊല്ലമവിടം നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകൾ എന്നെ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ലാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. ഹാപ്പി വിഷൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ്. എഡിറ്റിങ്ങിൻ്റെ ആപ്പ്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇൻഷോട്ട് പ്രോ ആണ്. അതിൽ വീഡിയോസ് ഉണ്ട്, ഫോട്ടോ ഉണ്ട്, അതിൽ വീഡിയോയും ഫോട്ടോ ഒക്കെ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് സെലക്ട് ചെയ്തു. ഇനി ഇത് ട്രിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടത്. ഇതിൽ സൂമൊക്കെ ഇതൊക്കെ കണ്ടതാണ്. പിന്നെ ഈ കട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വേണ്ടതെന്ന് കട്ട് ചെയ്തെടുക്കാം. സ്പ്ലിറ്റ് എന്താ വെച്ചാൽ അതും എനിക്ക് വല്ല പിടിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ വല്ല പിടിയൊന്നുമില്ല. ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. കുറച്ച് ഹാങ്കാണ്. ക്യാൻവാസ് എന്ന് വെച്ചാൽ ഏത് ഫുൾ സ്ക്രീന്, ഫിറ്റ്, ടോപ്പ്, ബോട്ടം, റേഷ്യോ നമുക്ക് വേണ്ടത് ഒക്കെ വെക്കാം. യൂട്യൂബിന് പറ്റിയത് ഓരോരോന് പറ്റിയതൊക്കെ നിങ്ങൾ ചെയ്യാം. പിന്നെ ഫിൽറ്റർ സിനിമാറ്റു എഫക്റ്റീവായ വേറെ ജസ്റ്റിൽ ഇതൊക്കെ നിങ്ങൾ തന്നെ ഒരു പ്രാവശ്യം നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വെറുതെ വീഡിയോയിൽ ലെങ്ത് കൂട്ടണ്ടെന്ന് വെച്ചാണ് ഇതൊന്നും ചെയ്യുന്നില്ല. പിന്നെ മ്യൂസിക് ഇത് അവർ തന്നെ കുറച്ച് മ്യൂസിക് ഉണ്ട്. ഇത് വേണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മ്യൂസിക് ഉണ്ടെങ്കിൽ മൈ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. വേണ്ട സോങ് ഓരോ സോങ്സ് ഉണ്ട്. എന്നിട്ട് ഇത് യൂസ് എന്നൊരിതുണ്ട്. ആരോ സൗണ്ട് ഒക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ സൗണ്ട് ഉറക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ ഈ സ്റ്റിക്കർ ഇതിൽ കുറേ സ്റ്റിക്കർ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് സ്റ്റിക്കേഴ്സ് എടുക്കാം. പിന്നെ ഗാലറി കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗാലറി ഇതില്ല, അത് ക്ലിക്ക് ചെയ്യാം. വേണ്ടത് എടുക്കാം. എന്നിട്ടിവിടെ ഇങ്ങനെ വെക്കാം. വേണ്ടടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ടെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത് ടൈപ്പ് ചെയ്യാം. വേണ്ടത് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കാം. പിന്നെ ഈ സൈഡിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഇനി നമുക്ക് ഒരു ഇതുണ്ട്. അതിൽ ഏത് മോഡൽ ഇതാണെന്ന് നോക്കാം. പിന്നെ ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഈ കളറെന്ന് പറഞ്ഞതില്ലേ, ഇതിൽ സ്റ്റൈൽ വേണം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നോണിലിടാം. പിന്നെ കളറ് ഏത് വേണ്ടത് കളറ് ആഡ് ചെയ്യാം. പിന്നെ സ്പീഡ് നമുക്ക് വേണ്ട സ്പീഡൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ ക്രോപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇങ്ങനെ ക്രോപ്പ് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ്. ക്രോപ്പ് വീഡിയോ ഇപ്പോൾ ഇത്ര മതി എന്നെങ്കിൽ അത്ര ഇതിൽ മാത്രം വരും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വരും, അല്ലെങ്കിൽ കളേഴ്സായി വരും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടൊരു ഫോട്ടോസ് മതി. ഫോട്ടോസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരും. ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റൊട്ടേഷൻ ആക്കി വെക്കാം ഇങ്ങനെ. പിന്നെ ഇത് ചരിച്ച് ഇങ്ങോട്ടും വെക്കാം.
പിന്നെ സേവ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ സേവ്, ഇവിടെ നമുക്ക് വേണ്ട ക്വാളിറ്റി നോക്കുന്നുണ്ട്. അതിൽ സൈഡിൽ MB കാണിക്കുന്നുണ്ട്, എത്ര MB ആണ് ഒരു വീഡിയോക്ക്. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോക്ക് 41 MB, 18 MB, 14 MB ഉണ്ട് MP. ഞാനിപ്പോൾ ഈ മുകളിലുള്ള ഒരു ഓപ്ഷൻസ് എടുത്ത് സേവ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ലോഡായി സേവ് ആയിട്ടുണ്ട്. ഇനി ഗാലറി പോയി നോക്കാം. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ ഇൻഷോട്ട് എന്ന് പറഞ്ഞത് ഇതുണ്ട്, അത് വീഡിയോ ഫുള്ള് സേവ് ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട പോലെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.